പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ കാറും ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കൂട്ടിയിടിച്ച് നവദമ്പതികളടക്കം കുടുംബത്തിലെ 4 പേർ മരിച്ചു. കോന്നി മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ, ബിജു എന്നിവരാണ് മരിച്ചത്. മലേഷ്യയിൽ നിന്ന് ഹണിമൂൺ കഴിഞ്ഞെത്തിയ അനുവിനെയും നിഖിലിനെയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടി മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നടക്കുകയാണ്. ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് അവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷമേ അതിനെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ കഴിയും. അവർ വിവാഹത്തിന് ശേഷം കുറച്ച് ദിവസം മലേഷ്യയിലായിരുന്നു. അതിനുശേഷം അവർ എയർപോർട്ടിലെത്തി 2 കുട്ടികളുടെ അച്ഛന്മാർ അർദ്ധരാത്രിയോടുകൂടി കൂട്ടി വീട്ടിലേക്കെത്താൻ ഒരു 4-5 കിലോമീറ്റർ മാത്രം അവശേഷിക്കുന്ന ഘട്ടത്തിലാണ് ഈ ദാരുണമായ അങ്ങേയറ്റം പ്രയാസകരമായ ഈ സംഭവം നടന്നിട്ടുള്ളത്. ഞാൻ ബിജുവായി കുറേ നാളത്തെ പരിചയമുണ്ടായിരുന്നു. ബിജു കല്യാണത്തിന് വിളിച്ചിരുന്നു. ആ കല്യാണത്തിലും പങ്കെടുത്തിരുന്നു. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എപ്പോഴാണ് നടപടികൾ പൂർത്തിയാവുന്നത്? ബന്ധുക്കൾക്ക് മൃതദേഹം എപ്പോൾ വിട്ടു നൽകും? സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ധന്യ, ഞാനിപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് നിൽക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മരിച്ച 3 പേരുടെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. ബിജു, മത്തായി, അതോടൊപ്പം തന്നെ നിഖിൽ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അനുവിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ബിജുവിൻ്റെ മൃതദേഹം ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തും. അതിനുശേഷം മറ്റുള്ളവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് സംസ്കാരം ഉണ്ടാവില്ല. മോർച്ചറിയിൽ നിന്ന് വിട്ടുകൊടുക്കുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകൊടുക്കുന്ന മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെയാണ് സംസ്കാരം നടക്കുക. പൂങ്കാവ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ഉച്ചയ്ക്ക് ശേഷം സംസ്കാരം നടക്കുമെന്നാണ് അറിയുന്നത്.